വെൽക്കം ടു ആഘോഷിക്കാത്ത മൈ ഓണം ബ്ലോഗ്. നാട്ടിലത്തെ സകലമാന മനുഷ്യരും നല്ല സാരിയും ആഭരണങ്ങളൊക്കെ ഇട്ടുണ്ട് ഓണം കഴിച്ചല്ലോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യത്തെ ഓണം കണ്ട് ആഘോഷിക്കേണ്ടെന്ന് ഞാൻ കണ്ട് വിചാരിച്ചു. എങ്ങനെയുണ്ട്? ഓണത്തിൻ്റെ അന്ന് രാവിലെ ഒരു 11:30 ഞാൻ കണ്ട് എണീറ്റു. എൻ്റെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ചേരം വെറുതെ ഇരുന്നു. എന്നിട്ട് എണീറ്റിട്ടൊന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയാലോ എന്ന് എനിക്കങ്ങോട്ട് തോന്നി. ഏത് ദൈവഭയം അതെനിക്ക് പണ്ടേ ഉണ്ട്. പക്ഷേ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയാലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്ന് അമ്മ എന്നെ വിളിച്ചറിയിച്ചു. എന്നിട്ടും തളർന്നില്ല ഞാൻ. കട്ടിക്കങ്ങടെ കണ്ണെഴുതി പോകാൻ തീരുമാനിച്ചു. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല. എൻ്റെ കഴിവുകളിൽ ഒന്ന് എന്ന് പറയുന്നത് എത്ര സാരി മേടിച്ചാലും ബ്ലൗസ് അടിക്കാൻ ഞാൻ കൊടുക്കില്ല. എനിക്ക് മടിയാണ് അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് പുതിയ സാരിയോ പുതിയ ബ്ലൗസോ ഇല്ല. പഴയ ഒരു ബ്ലൗസും പഴയ ഒരു സാരി എടുത്തിട്ടാണ് ഞാനിതേ ഉച്ചയ്ക്ക് ശേഷം ഓണം ആഘോഷിക്കാൻ പോകും. എൻ്റെ ബാല്യകാല സുഹൃത്ത് എന്നെ ഒന്ന് വീഡിയോ കോൾ ചെയ്തു. അവളെ ഞാൻ കുറച്ചേരം എൻ്റർടൈൻ ചെയ്ത് ചിരിപ്പിച്ചു. പിന്നെ ആ ഷോയ്ക്ക് ശേഷം ഞാൻ ഇതേ സാരി ഉടുക്കുകയാണ്. സാരി ഞാൻ പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞ പോലെ ഉടുക്കുക. ട്രാൻസിഷൻ ചീറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു തെളിച്ചത്തിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ആൻഡ് നമ്മൾ അമ്പലത്തിൽ എത്തിച്ചു. ഒരു അന്നിക്കര ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഓണത്തിന് സദ്യ ഒന്നും കഴിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഉച്ചയ്ക്ക് എണീറ്റ് അമ്പലത്തിൽ പോവുകയുണ്ടായത്. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നല്ലോണം കേൾക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം.